വെൽക്കം ബാക്ക് ടു മാജിക് ഇൻ ലുക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള കുറച്ച് എനിക്ക് കിട്ടിയ ഓർഡേഴ്സിൻ്റെ പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ ഇതൊരു ഗ്രാനി സ്ക്വയർ സൈഡ് ബാഗാണ്. ഇങ്ങനെ 2 ക്ലിപ്സ് വെച്ചിട്ടാണ് അതിൻ്റെ മറ്റേ വള്ളി കൊടുത്തേക്കുന്നത്. പിന്നെന്താ, ഓപ്പൺ ചെയ്യാനായിട്ടൊരു ബട്ടൺ ടൈപ്പ് ക്ലോഷറാണ് കൊടുത്തിരിക്കുന്നത്. സിംപ്ലി ഇങ്ങനെ ഓപ്പൺ ചെയ്യണു. പിന്നെ അകത്ത് ഒരു ചെറിയ സൈഡ് പോക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ബാഗ്. അപ്പോൾ ഇതൊരു മൊബൈൽ പൗച്ചാണ്. കസ്റ്റമറുടെ ഫോണിൻ്റെ സൈസ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ റിക്വയർമെൻറ്റ് ഫോണും അതുപോലെ തന്നെ ക്യാഷ് ഇടാനുള്ള ഒരു പോക്കറ്റും വേണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ നമ്മുടെ മെയിൻ ഇത് ഫോൺ ഇടാനുള്ള സ്പേസ് ആണ്. ഇവിടെയാണ് ഫോൺ ഇടുന്നത്. ദെൻ ഇത് വേണമെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്യാനായിട്ട് ബട്ടൺ ഉണ്ട്. ഇങ്ങനെ ഒരു ടൈപ്പ് ആണ് ക്ലോസ് ചെയ്യാനായിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതൊരു സൈഡ് പോക്കറ്റാണ്. ഇതിൽ നമുക്ക് ക്യാഷ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ഐറ്റംസ് എല്ലാം ഇടാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഹാങ് ചെയ്യാനായിട്ടൊരു ഇത് വരുന്നുണ്ട്. പിന്നെ ഇത് ബ്രാൻഡിൻ്റെ ലോഗോ കാർഡ് പോലെ അറ്റാച്ച് ചെയ്ത് ഇതാണ് മൊബൈൽ പൗച്ച്. ഇത് ഏത് കളറിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഒരു കൊക്കാറ്റെയിൽ ബേർഡാണ്. ഇതെൻ്റെ ഫ്രണ്ടിന് വേണ്ടി ചെയ്തത്. ആക്ച്വലി അവൾക്കൊരു പെറ്റുണ്ട്, എയ്മീന പേര്. അപ്പോൾ ഞാൻ പിക്ചർ ഇവിടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ എയ്മിക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 3 എണ്ണം ഉണ്ട്. ഇത് നമുക്ക് ഈ ലഗേജ് ബാഗിലൊക്കെ ലഗേജ് മാറിപ്പോവാതിരിക്കാനായിട്ട് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു പർപ്പസാണ് പറഞ്ഞത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാവുന്നതാണ്. ബാഗിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പോൾ ഈ സെയിം തന്നെ 3 എണ്ണം ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് പഫ് ഫ്ലവർ വെച്ചിട്ടുള്ള ഹെയർ ആക്സസറീസ് ആണ്. ഇതൊരു ഹെയർ ബാൻഡ് ആണ്. അതുപോലെ ഇത് നൈലോൺ ബാൻഡിൽ ഒരു ഫ്ലവർ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ സാധനം. ഈ പഫ് ഫ്ലവറിൻ്റെ ട്യൂട്ടോറിയലാണ് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്. അപ്പോൾ ഇത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഒരുപാട് സാധനങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. ഞാൻ ഐകാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഒരു ഹെയർ ബോ ക്ലിപ്പാണ്. ഈ ഹെയർ ബോൻ്റെയും സെയിം നമ്മുടെ മേക്കിംഗ് ട്യൂട്ടോറിയൽ ക്ലാസ് ഉണ്ട്. പ്രീവിയസ് ക്ലാസ്സസ് പോയിട്ട് നോക്കുക. ഇവിടെ ഐകാർഡിൽ കൊടുക്കാം ലിങ്ക്. അപ്പോൾ ഇത് സിമ്പിളായിട്ടൊരു ക്ലിപ്പിൻ്റെ മേലെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇതൊരു ഹെയർ ബോ ക്ലിപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് അടുത്ത ഐറ്റം. ഇത് ക്രോഷയുടെ ഹാർട്ട് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ കീ ചെയിൻ ആണ്. ഇതിൻ്റെയും ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിങ്ക് കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. ഇത് പറഞ്ഞ പോലെ കീ ചെയിനായിട്ടോ ഇപ്പോൾ ഹെയർ ആക്സസറീസിലോ അങ്ങനെ എന്തിൽ വേണേൽ നമുക്ക് ഈ ഹാർട്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു സിമ്പിൾ പൗച്ചാണ്. ഇത് മെയിനായിട്ട് നമ്മുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ബാഗിലോ ഒക്കെ അറ്റാച്ച് ചെയ്ത് ഇടാനും പറ്റും. ഇത് നമുക്ക് ഏത് സൈസിലും കളറിലും കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഹെയർ സ്ക്രഞ്ചിയാണ്. ഇത് മൾട്ടി കളർ യാൺ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് പല കളറിലും നമുക്ക് ചെയ്യാൻ പറ്റും. അത് കസ്റ്റമൈസബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ഓർഡേഴ്സ്. ഇനി ആർക്കെങ്കിലും ക്രോഷി പ്രോഡക്ട്സ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.